ഷാനേട്ടാ സൂര്യേച്ചി വരാട്ടോ 15 മിനിറ്റ് ഇപ്പോൾ വരാൻ പറയുന്നുണ്ട്. അഭിജിത്ത് സൂപ്പർ പറഞ്ഞിട്ട്, നന്ദ സൂപ്പർ, ഷാനേട്ടാ പറയുന്നുണ്ട്. എവിടെ പോയി സൗമ്യമോളെ വരൂ, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ കേട്ടോ. ഓക്കെ നന്ദമോളെ പറയുന്നുണ്ട്, പൊളി ഷാൻ ബ്രോ പറയുന്നുണ്ട്, നന്ദ ഡുണ്ടു ഓക്കെ ഡുണ്ടു എന്ന് പറയുന്നുണ്ട്. ഹായ് ഷാൻ ചേട്ടാ പറയുന്നുണ്ട്. സൗമ്യ സദ്യ അടിപൊളി പറയുന്നുണ്ട്. ഡുണ്ടുമോൾ കരയുന്നുണ്ട്, സൗമ്യ ചിരിക്കുന്നുണ്ട്. ഉറക്കം തുടങ്ങിയതാ സൗമ്യ പറയുന്നുണ്ട്. സൗമ്യ ഇന്നലെ തലയടിച്ച് പൊട്ടിച്ചു പറയുന്നുണ്ട്. സൗമ്യ സിസ്റ്ററെ പറയുന്നുണ്ട്. ഞാൻ പോയച്ചും വരാൻ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു പാട്ട് ഷാൻ ചേട്ടാ പറഞ്ഞിട്ട്. അത് സന്ധ്യച്ച് 11 മണി കഴിഞ്ഞല്ലേ ലേറ്റ് ലൈവ്, അതാ ഉറക്കം തൂങ്ങിയേ പറയുന്നുണ്ട്. സന്ധ്യ ചിരിക്കുന്നുണ്ട്. ഷാൻ ബ്രോ കണ്ടിന്യൂ പറയുന്നുണ്ട്. ഹായ് ഡുണ്ടു സൂര്യ പറയുന്നുണ്ട്. എൻ്റെ എല്ലാം എൻ്റെ സൂര്യേച്ചിയാ എന്ന് പറയുന്നുണ്ട്. ജയൻ ചേട്ടൻ സത്യം എങ്ങനെ കണ്ട് പിടിച്ച് ശരിയാക്കി തരാൻ പറയുന്നു. ജയൻ എങ്ങനെ ചേട്ടൻ സത്യം എങ്ങനെ കണ്ടുപിടിച്ച് ശരിയാക്കി തരാൻ പറയുന്നുണ്ട്. ജയരാജ് ചിരിക്കുന്നുണ്ട്. ജയരാജ് കൈകൂപ്പുന്നുണ്ട്. ജയരാജ് മാണ്ടാ പറയുന്നുണ്ട്. ഞാൻ എന്നാ പോയിട്ട് വരാം, ഇല്ലി അടി ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. ആഹാ നാളെ ഞാൻ അടിപൊളി, ഞാൻ നാളെ ലിസ്റ്റ് ഉണ്ടാക്കി വരും ഷാൻ ബ്രോയ്ക്കുള്ള തമിഴ് പാട്ട് എന്ന് പറയുന്നുണ്ട്. ബിന്ദുസ് മഴയേ മഴ അത് പാടി. പിന്നെ സൂപ്പർ തേവർ മകൻ എന്ന പാട്ടിൽ ഇഞ്ചി എടുപ്പാട് പറയുന്നുണ്ട്. ഓക്കെ ഡുണ്ടു ഷാനു കാക്ക ഞാൻ പോവാ പറയുന്നുണ്ട്. ഡുണ്ടു ബിന്ദു അമ്മ ഇന്ന് ലൈവ് പൊളിക്കും എന്ന് ജയരാജ് ഇന്ന് ലൈവ് പൊളിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ ആരാണെന്ന് പറയാൻ മനസ്സില്ല, മോളിലേക്ക് നോക്കുന്നുണ്ട്. അമ്മ കുഞ്ഞു മുന്നേ വന്നാ എന്ത് ചെയ്യാം, എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേ. സൗമ്യയോട് പോയി കേറാന്ന് പറഞ്ഞിട്ട്. അല്ല സൗമ്യക്ക് ഇപ്പൊ കേറാൻ പറ്റുന്നില്ല, സീരിയസ് ആയിട്ട് പറയുന്നതാ. വീട്ടിലെന്തോ എല്ലാവരും കൊള്ളല്ലേ, ഹസ്ബൻഡ് കൊള്ളല്ലേ. വേഗം പാടിക്കോ, വേഗം പാടിക്കോ. കണ്ടിരിക്കണം ചേട്ടാ. ഏതാ എന്താ പാടണ്ടേ? 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് പാടാൻ പറ്റുന്നൊരു കവിത പാടട്ടെ? എന്താ ഏതാ ഏതാ പാട്ട്? പാട്ട് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാജാവിന്റെ മകന്റെ ഒരു പാട്ട് പാടോ? രാജാവിന്റെ മകൻ ഏത് പാട്ടാ? പഴയ മോഹൻലാലിന്റെ സിനിമയല്ലേ, ഏത് പാട്ടാ? രാജാവിന്റെ മകൻ ഏതാ പാട്ട്? രാജാവിന്റെ മകനിലെ പാട്ട്. മോഹൻലാലിന്റെ ഒരു പാട്ട് പാടുന്ന നീ, നിനക്ക് ഇഷ്ടമുള്ളേ. സ്വാമിനാഥ പരിപാലയ സ്വാമിനാഥ പരിപാലയ സുമാ സത്രകാശ മല്ലീശ ഗുരുകുലദേവസേനീശ സ്വാമിനാഥ പരിപാലയ സുമാ വാമദേവ പാർവതി വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാർ. മതി, ബാക്കി നീ പാടാ. നല്ല ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ പാടിക്കോ, നല്ല രസമുണ്ട് കേൾക്കാൻ. അടുത്ത പാട്ട് പറ. അയ്യോ സാത്താൻ തന്നെ ജെസ്സിയാണ് വരണ്ട. കിച്ചു ജെസ്സിൻ തന്നെയാണോ സാത്താനും? ദൈവമേ, ഞാൻ രാഹുലോ അഭിജിത്തോ ആണെന്ന് ഓർത്തിണ്ടായിരിക്കുന്ന കേട്ടോ. ജെസ്സിനൊന്നും എടുത്തതല്ലേ, പാവമുണ്ട്. ജെസ്സിനെ എടുത്തതാ നമ്മുടെ ജോയി. എന്റെ പൊന്നു മോനെ, ഞാൻ ആരാണെന്ന് പറയാൻ മനസ്സില്ല. ദൈവത്തെ ഓർത്ത് ഒന്ന് പറയൂ മനുഷ്യ. അയ്യോ സാത്താൻ ജെസ്സിനാണ്. അത് നമ്മുടെ പഴയ രാജാവിന്റെ മകനാണ്. രാജാവിന്റെ മകൻ ഐഡിയയിൽ വന്നില്ലേ? അത് ആരാ അന്ന് അറിയാം, പക്ഷെ ആളെ മറന്നുപോയി. പക്ഷെ രാജാവിന്റെ മകൻ ഐഡിയയിൽ വന്ന ആളാണ്. ആരാന്ന് പറയാൻ മനസ്സിലാത്ത ആള്. രാവണനാണോ? രാവണൻ ആണോ? രാവണനാവാൻ ചാൻസ് ഇല്ല. രാവണന്റെ പര്യായങ്ങളുമായിട്ടേ വരാറുള്ളൂ. ഇപ്പൊ മാറ്റി. നാളെ പെരുന്നാൾ ആയോണ്ട് കെട്ടിയോൻ 2 ഡേയ്സ് ഓഫ് ആണ്, വിളിക്കാൻ ടൈമായി, പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ആരാണെന്ന് പറയാൻ മനസ്സില്ല, ലൈക്ക് തന്നിട്ടുണ്ട് എന്നാണേലും. ഓക്കെ രാജാവിന്റെ മകൻ എന്ന് പറയുന്നുണ്ട് ജയരാജ്. പിന്നെ ജഡാ ജെസിൻ എടാ സാത്തു എന്ന് പറയുന്നുണ്ട്. ആരാണെന്ന് പറഞ്ഞു പോയാൽ മതി പ്ലീസ് പറയുന്നുണ്ട്. ബിന്ദുമ്മ കളിയാക്കല്ലേ പറയുന്നുണ്ട്. അല്ല ഞാനും കണ്ടതല്ലേ, ഇങ്ങനെയും ആടുന്നുണ്ട് ഡും പറഞ്ഞു കണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഊഞ്ഞാലയിൽ ആടുമ്പോൾ എനിക്ക് തോന്നിയത്. സൗമ്യ ടുഗദർ വരുന്നുണ്ടോ മോളെ പറയുന്നുണ്ട്. ചേച്ചിയമ്മേ നമസ്കാരം പറഞ്ഞു. ഹായ് സൂരജ് മോനെ, ലൈവിലേക്ക് സ്വാഗതം. ഷാൻ ബ്രോ ഉറപ്പിച്ചിട്ട് ഇറങ്ങിയാൽ മതി, സൗമ്യ തേക്കും എന്ന് ജയരാജ് പറയുന്നുണ്ട്. ജയരാജ് സൂരജേട്ടാ പറയണ്ടത്. എന്താ ഞാൻ കണ്ടുപിടിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സൂപ്പർ ചാറ്റ് ചെയ്യാം അമ്മയെ പറയുന്നുണ്ട്. അപ്പൊ ഇനി പാടിക്കോ. നന്ദയുടെ ഓഫർ പ്രമാണിച്ച് നമ്മളൊരു സന്തോഷ സൂചകമായി പാടുന്നു. അതല്ല, വേറെ പാട്ട് പാടിക്കോ. പാടിക്കോ. ഇരുളും. എത്ര സമയമുണ്ട്? എത്ര മിനിറ്റ് ഉണ്ട് കറക്റ്റ്?